അപ്പം ഇത് ഒരുമാതിരി ഭയങ്കര സ്റ്റിഫ് കണക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ. 100 ഓക്കെ, പക്ഷെ നല്ല സ്പോട്ടി തന്നെയാണ്. പക്ഷെ നമ്മുടെ R15 അത്രയും സ്പോട്ടിയൊന്നും അല്ല. ഹായ് ഗൈസ്, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ വയനാട് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറോ മാവറിക് 40 ടെസ്റ്റ് ഡ്രൈവായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് നമുക്കിന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി തരുന്നത് നമ്മുടെ RT മോട്ടോഴ്സ് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള തന്നെയാണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു സിംഗസാന്ദ്രം. ഓക്കെ, അപ്പോൾ അവർക്കൊരു വലിയ ടാക്സ് ഉണ്ട്. കാരണം പലയിടത്തും വിളിച്ചു ചോദിച്ചിട്ട് പലർക്കും ഒരു ബുദ്ധിമുട്ട് കണക്കായിരുന്നു. കാരണം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ പലരും ഒരു ചെറിയ എന്തോ വിഷമം കണക്ക് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ RT മോട്ടോഴ്സ് നമുക്കത് അറേഞ്ച് ചെയ്ത് തന്നു. അവർക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ. അപ്പം മാവറിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഹാർലി ഡേവിഡ്സൺ കരിഷ്മയുണ്ട്. അപ്പോൾ ഞാൻ 3 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോ വണ്ടികൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കും. അന്നേരം ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായി ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സാണ്. നല്ല സ്റ്റിഫാണ് കേട്ടോ. അത് സ്റ്റിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആ ബൂട്ടിട്ട് എങ്ങനെയെങ്കിലും വലിച്ചു കുറച്ചൊക്കെ ഗിയറിൻ്റെ ഗതികേടാണിപ്പോൾ. ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. സാധാരണ നമ്മൾ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിരിക്കും ഗിയറൊക്കെ. ഇപ്പം ഇത് ഒരുമാതിരി ഭയങ്കര സ്റ്റിഫ് കണക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ നേരെയാണ് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ അപ്പർ ബോഡിയിൽ കുറച്ചൊന്ന് ചെറിയ ചെരിവുണ്ട്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, NSലൊക്കെ നമ്മുടെ ഒരു അപ്പർ ബോഡി എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിയാണ്. ഓക്കെ, ആ ഒരു തമ്പുണ്ടല്ലോ സൗണ്ടിൻ്റെ, അത് നല്ല രസമുണ്ട് കേൾക്കാൻ. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചെടുത്ത് വെക്കാം. ബ്രേക്കിംഗ് ബൈറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ഭയങ്കര പതിയെയാണ് ബൈറ്റ് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. 80 to 100 ഒക്കെ ക്രൂസ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പവറൊക്കെ നല്ല ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഓക്കെ, ഒരു രസമുണ്ട്. നമ്മൾ എന്താ പറയുക, സാറിന് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ബുള്ളറ്റൊക്കെ പോലെ ഒരു രീതിയിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു രീതിയിലല്ല. വണ്ടി പവർ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ തമ്പാണെങ്കിലും നമുക്ക് നല്ലൊരു അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ X440 തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ്. ഹീറോയുടെ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു ഫീൽ എന്തായാലും വരത്തില്ല, അത് ഗ്യാരൻറ്റീഡാണ്. പിന്നെ സ്വിച്ചസിലോട്ട് വരുവാണെങ്കിൽ എല്ലാം വളരെ ബേസിക്കാണ്. ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹൈ ബീം ലോ ബീം പാസ് വെച്ച് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോൺ വരുന്നുണ്ട്. പോരാട്ടോ ഹോൺ. ഓക്കെ, പിന്നെ നമ്മുടെ ഹസാർഡ്. ഇതെന്താണ് ഈ SOS എന്നുള്ള എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ നോക്കണം അത്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ കില്ല് വളരെ ബേസിക്കാണ്. പിന്നെ എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ വയേഴ്സൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി കുറച്ചധികം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൺസോൾ വളരെ വല്ലാതെ അങ്ങ് ചെറുതായി പോയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വന്നിട്ട് നമ്മുടെ വൈബ്രേഡ ഡിസ്ക്കാണ് വരുന്നത്. അതും 320 mm ആണ്. ബാക്കിൽ വന്നിട്ട് 240 mm ആണ് വരുന്നത്. ചെറിയൊരു വൈബ്രേഷൻ നമ്മുടെ സൈഡ് മിറേഴ്സിലൊക്കെ വരുന്നുണ്ട്. ഹാൻഡിൽ ബാറിൽ ഒരു ചെറിയൊരു തരിപ്പുണ്ട്, പക്ഷേ അറിയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അല്ലാതെ ബാക്കി വേറെ ബോഡിയിലോട്ടൊന്നും അങ്ങനെ വൈബ്രേഷനൊന്നും അടിക്കുന്നില്ല. പിന്നെ നമുക്കിവിടെ ഒരു
ചാർജിങ് സോക്കറ്റ് കാണാം, അത് ടൈപ്പ് എ ആണ്. ടൈപ്പ് എ മാത്രമല്ലേ ഉള്ളൂ, ടൈപ്പ് എ മാത്രമേ ഉള്ളൂ. അത് ഒരു നല്ല കാര്യമാണ്. നമുക്ക് ഒരു മൊബൈൽ ഹോൾഡറും കൂടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കൊന്ന് സ്ലോയിൽ ഒട്ടിച്ച് വെക്കാം അല്ലേ. ഹൈവേ എത്തിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നു. ഫോർത്ത് ഗിയറിൽ ഇപ്പോൾ 30-ലാണ് പോകുന്നത്. ഫിഫ്ത്ത് ഗിയർ 35. നോക്കിങ് ഉണ്ട്. ഫിഫ്ത്ത് ഗിയർ 45. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സിക്സ്ത് ഗിയറിനുള്ള ഒരു ഇത് തരത്തില്ല, അതിനു മുമ്പേ ബമ്പ് വന്നു. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്തിലൊരു 40-45 ചെറിയൊരു നോക്കിങ് ഉണ്ട്. ഫിഫ്ത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല, ആ ഒരു 40 റേഞ്ചൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. സിക്സ്ത്തിൽ മാത്രമേ എനിക്കൊന്ന് അപ്പോൾ കുഴപ്പമില്ല. നമുക്കൊരു സിറ്റിയിലൊക്കെ ഫിഫ്ത്ത് ഗിയറിൽ പയ്യെ പോയി കഴിഞ്ഞാൽ വലിയ നോക്കിങ് വരത്തില്ല. ഒരു 40-50 വരുന്നത്. അപ്സൈഡ് ഡൗൺ ഫോക്സ് ഒന്നുമല്ല, നോർമൽ ഫോക്സ് തന്നെയാണ്. ഓക്കെ, ബ്രേക്കിംഗ് കൊള്ളാം. ബാക്കിൽ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ലോവർ സ്പീഡിൽ വലിയ കുഴപ്പമില്ല, ബ്രേക്കിന് നല്ല വെയിറ്റ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഒന്ന് വലിച്ചെടുത്ത സമയത്ത് ബ്രേക്ക് എന്തോ അതാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പിടിച്ചപ്പോഴും ഇടയ്ക്കൊന്ന് പണി തന്നോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ വളരെ കാമായിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് നോക്കണേ, ബാക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രെച്ചിൽ നോക്കാം. ഞാനവിടെ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. വണ്ടി ഒരു 50-ലാക്കി അപ്ലൈയിങ്. ഓക്കെ ഫ്രണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ ആ ഹൈവേയിൽ വന്നിട്ട് ഒന്ന് കൈ കൊടുത്തിട്ട് ബ്രേക്ക് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും അത്യാവശ്യം പാളിയ കണക്കൊരു ചെറിയ തോന്നലുണ്ടായിരുന്നു. പാളിയല്ല, ഒരു മന്ദത ഞാൻ കണ്ടു. പക്ഷേ ചെറിയ സ്പീഡിലൊന്നും കാണുന്നില്ല. മേ ബി അന്നേരം എന്തെങ്കിലും കരട് കയറിങ്ങനെ ഇരിക്കണോ? ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് ഇപ്പം ഓൺ റോഡ് വരുന്നത് 2,96,000 ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതിനെക്കാട്ട് കുറവായിരിക്കും. ആ വിലയ്ക്ക് വർത്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വർത്താണ്. കാരണം നമ്മുടെ ഹോണ്ടയുടെ ഹൈനസ് ഒക്കെ വരുന്ന ആ ഒരു റേറ്റിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. അപ്പം ക്രൂയിസറാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട്. ആ പൈസയ്ക്ക് നല്ലൊരു മുതൽ തന്നെയാണ്. പിന്നെ ഹോണ്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്തറും റിലയബിളും ആയിട്ടുള്ളൊരു എഞ്ചിൻ കിട്ടും എന്നുള്ളതാണ്. ഇത് റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഇപ്പോൾ പുതിയതാണല്ലോ, അതുകൊണ്ട് മോശമാവേണ്ട ഇതില്ല. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഓടിച്ച് എല്ലാവരും ഒക്കെ ഒന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ. കുറച്ച് യൂസർ റിവ്യൂ വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സീറ്റിൻ്റെ കുഷനിങ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുഷനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഏതോട്ട് കമ്പയർ ചെയ്യാം. എന്തായാലും നമ്മുടെ ഹൈനസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഷനിങ് കേട്ടോ. അതുകൊണ്ട് ലോങ് റൈഡൊക്കെ വലിയ കുഴപ്പമില്ലാതെ വരും. പിന്നെ ഇത് കുറച്ച് കസ്റ്റമൈസേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ബാക്കിൽ റോയൽ കസ്റ്റംസിൻ്റെ ഓക്കെ ഒരു ബാക്ക് പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്രാഷ് കാർഡ് വന്നിട്ടുണ്ട്. റൈറ്റ്, ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ടോട്ടൽ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ.
ഹോണൊക്കെ നീറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി ഞാൻ വേണമെങ്കിൽ പറയും. ഒരു 10 റേറ്റ് കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 8 ഒക്കെ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വേറെ പോരായ്മകളൊന്നും കാണുന്നില്ല. മീൻസ് എന്താ, അതവരൊരു ക്രൂയിസറായിട്ട് ഇറക്കിയ ഒരു പക്ക ക്രൂയിസർ തന്നെയാണ്. 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. പ്രൊഫൈൽ ഞാൻ നോക്കിയിട്ട് 150, 60, 17 ആണ്. ബാക്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് 110, 70, 17. ഓക്കെ, രണ്ടും 17 ഇഞ്ച് തന്നെയാണ്. ഫ്രണ്ടിൽ 110, 17, ബാക്കിൽ വന്നിട്ട് 150, 60 ആണ്. ആ ബാക്കിലത്തെ മഡ് ഗാർഡ് വന്നിട്ട് ഒരു മാതിരി നമ്മുടെ എക്സ്പൾസിൻ്റെ ആ ഒരു എവിടേക്കോ ഒന്ന് എറിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗായ്സ്, അന്നേരം നമുക്ക് ഇനി അടുത്ത നമ്മുടെ കരിഷ്മ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, റൈഡ് യുവർ ലെജൻഡ്. ആഹാ, നല്ല വിസിബിലിറ്റി കാണുന്നുണ്ടല്ലോ. വിസിബിലിറ്റി മാത്രമല്ല, ലൂസും കൂടാണ് കുറച്ച്. ഓക്കെ, ഈ കണ്ണാടി പണിയാണല്ലോ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ. എന്തോ ഒരു സ്ക്രൂ ലൂസ് ഉണ്ട് കേട്ടോ. ഗിയർ ഡൗൺ ആവാൻ എന്തോ ഒരു പാടുണ്ട്. ഹാർഡ്നെസ് ഇല്ല, അതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ വീഴാൻ എന്തോ ഒരു പാടുണ്ട്. എനിക്കൊന്ന് സർവീസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ലേ. സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പോട്ടി തന്നെയാണ്. പക്ഷേ നമ്മുടെ R15 അത്രയും സ്പോട്ടിയൊന്നും അല്ല. ആ ഒരു ഗിയർ ഇടാൻ ഒരു സ്മൂത്ത്നെസ് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഒന്ന് പവർ കൊടുക്കാമല്ലേ. ഓക്കെ, ഇതിന് മുകളിൽ കയറുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇല്ല. അതിലൊരു കാരണം പറഞ്ഞാൽ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക് സത്യത്തിൽ. ഞാൻ വിചാരിച്ച കണക്കുള്ള ഒരു വണ്ടിയല്ല അത്. ഞാൻ R15 കണക്കാണ് വിചാരിച്ചത്. പക്ഷേ അതിന് എന്താ പറയുക, ഈ ഒരു കാറ്റഗറിയിൽ നമുക്കതൊരു ബെഞ്ച് മാർക്കാണല്ലോ R15 എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ R15 കമ്പയർ ചെയ്തത്. ഇത് പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. സ്പോർട്ടി ബിഹേവിയർ അങ്ങനെ അത്രയ്ക്കും കാണിക്കുന്നില്ല. നമുക്ക് നോർമലി നമ്മുടെ ആ പഴയ ഒരു കരിഷ്മ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ ബാക്ക് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഗോയിങ് ഇൻ 50. ഓക്കെ, ബ്രേക്കിംഗ്. ഓക്കെ, അതാണ് ബാക്ക് ബ്രേക്ക്. ഓക്കെ, അഗെയിൻ ഗോയിങ് ഇൻ 50. ഫ്രണ്ടാണേ ടെസ്റ്റ് ചെയ്യാൻ പോണം. ഫ്രണ്ട് നല്ല ബൈറ്റുണ്ട്. 300 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ 230 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം നല്ല ബൈറ്റുണ്ട്. പിന്നെ സ്വിച്ചസിലോട്ട് വരികയാണെങ്കിൽ ഹൈ ബീം, ലോ ബീം പാസ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മോഡ്സ് വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോണ്, ഹസാർഡ്, കില്ല് വളരെ ബേസിക്കാണ്. അധികം ഒന്നും പറയാനില്ല. ആ മീറ്റർ കൺസോളും അത്യാവശ്യം നീറ്റായിട്ട് അവിടെ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്.
ഓക്കെ, നമുക്ക് അന്നേരം പയ്യെ നിർത്തി ഇതിൻ്റെ എക്സോസ് നോട്ടും ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമുക്ക് അന്നേരം അതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം അല്ലേ. ഒരു സിഗ്നേച്ചർ സൗണ്ടുണ്ട്, കാരണം നമ്മൾ അത്രയ്ക്ക് ഞാൻ കേട്ട് പരിചയമില്ലാത്തൊരു സൗണ്ടാണ്. അന്നേരം നമ്മുടെ മാവറിക്കിൻ്റെയും കരിഷ്മയുടെയും ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഹാർലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ആ വണ്ടിയുടെ എന്താ പറയുക, ടെസ്റ്റ് ഡ്രൈവിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടിട്ട് കുറച്ചധികം പറയാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത ആഴ്ച നമുക്ക് ഹാർലിയുടെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് ഇസ് KL20 സൈനിങ് ഓഫ്. ബൈ.